Mesmerizing wedding collection. Tejaswini by Chungat Jewelry. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. അങ്കമാലിക്കാർ നല്ലവരാണ്. അല്ലെങ്കിൽ ആക്രിക്കടയിൽ കൊണ്ടുപോയാൽ 10,000 കിട്ടുന്ന ഇരുമ്പ് പൈപ്പുകൾ അങ്ങാടിക്കടവ് പാലത്തിൽ ഇങ്ങനെ വെറുതെ കിടക്കില്ല. പക്ഷെ ആരും എടുത്തുകൊണ്ടുപോകാൻ നിൽക്കരുത്. മോഷ്ടിക്കപ്പെട്ടാൽ ഉടമസ്ഥർ നിരവധിയുണ്ടാകും. പാലങ്ങൾ കേബിൾ പൈപ്പ് ലൈനുകൾക്ക് കടന്നു പോകാനുള്ള കുറുക്കുവഴിയല്ല, വാഹനങ്ങൾക്കും കാൽനടക്കാർക്കും സഞ്ചരിക്കാനുള്ളതാണ്. എന്നാൽ കുപ്പിക്കഴുത്ത് പോലുള്ള അങ്കമാലി അങ്ങാടിക്കടവ് പാലം തങ്ങൾക്കു മാത്രം അവകാശപ്പെട്ടതെന്ന തെറ്റിദ്ധാരണയിലാണ് ചില സർക്കാർ വകുപ്പുകൾ എന്ന് തോന്നും പാലത്തിൽ കൂടിക്കിടക്കുന്ന പൈപ്പുകൾ കാണുമ്പോൾ. ദേശീയപാതയിൽ അങ്ങാടിക്കടവ് സിഗ്നൽ ജംഗ്ഷനും പീച്ചാനിക്കാട് റെയിൽവേ അടിപ്പാതയ്ക്കും മധ്യേയുള്ള കുപ്പിക്കഴുത്താണ് മാഞ്ഞാലിത്തോടിന് കുറുകെയുള്ള അങ്ങാടിക്കടവ് പാലം. പാലത്തിന് അടിഭാഗത്തെ അധികമാരും കാണാത്ത ശോചനീയാവസ്ഥ മൈൻഡ് ഓഫ് അങ്കമാലി നേരത്തെ പുറത്തു കൊണ്ടുവന്നിരുന്നു. അടിഭാഗത്തെ വിണ്ടുകീറൽ ദുരന്ത ഭീഷണിയാകുമ്പോൾ മുകളിലെ റോഡ് കൈയടക്കൽ അപകട ഭീഷണിയാവുകയാണ്. പാലത്തിന്റെ രണ്ടു വശങ്ങളിലൂടെയും അനേകം പൈപ്പുകൾ കടന്നുപോകുന്നുണ്ട്. ഇതിൽ ജലവിതരണ പൈപ്പുകൾക്ക് പുറമെ ടെലിഫോൺ, കേബിൾ, ഇലക്ട്രിസിറ്റി എന്നിവയെല്ലാം ഉണ്ടെന്നാണ് കരുതുന്നത്. ഇവയിൽ പ്രവർത്തിക്കുന്നവയെത്ര, ചത്തുകിടക്കുന്നവയെത്രയെന്ന് ആർക്കും അറിയില്ല. പൈപ്പുകളിലേറെയും കെട്ടുപൊട്ടിയും ഇടിഞ്ഞു വീണും റോഡിലേക്ക് ഇറങ്ങിക്കിടപ്പാണ്. രണ്ടറ്റവും വേർപെട്ട് പൊള്ളയായി കിടക്കുന്ന നിരവധി പൈപ്പുകളും പാലത്തിൽ റോഡിലേക്ക് ഇറങ്ങിക്കിടക്കുന്നുണ്ട്. ചിലതെല്ലാം പ്ലാസ്റ്റിക് വള്ളി കെട്ടി താങ്ങി നിർത്തിയിരിക്കുന്നു. നിർമ്മാണം നടക്കുന്നിടങ്ങളിൽ നിന്ന് കെട്ടുകമ്പികൾ വരെ മോഷണം പോകുന്ന ഇക്കാലത്ത് ഇത്രയേറെ ഇരുമ്പ് പൈപ്പുകൾ മോഷ്ടിക്കപ്പെടാതെ കിടക്കുന്നത് അത്ഭുതകരമായി തോന്നാം. പാലത്തിലും അഗ്രഭാഗങ്ങളിലും കാട്ടുചെടികൾ വളർന്ന് വനമായി മാറുന്നതും പതിവാണ്. ചിലപ്പോഴൊക്കെ കാടുമൂടി പാലം തന്നെ കാണാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടാകാറുണ്ട്. റെയിൽവേ അടിപ്പാത തുറന്നു നൽകിയതോടെ പാലം വഴി ബസ്സുകളുടെയും ചരക്ക് ലോറികളുടെയും തിരക്കേറിയിട്ടുണ്ട്. ഒരേ സമയം 2 വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത തരത്തിൽ വീതി കുറഞ്ഞതാണ് പാലം. പരസ്പര ധാരണയിലാണ് എതിർദിശയിൽ വരുന്ന ചെറുവാഹനങ്ങൾ പോലും പാലം താണ്ടി മറുകര കടക്കുന്നത്. ഈ സമയം റോഡിലൂടെ കടന്നുപോകുന്ന കാൽനടക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും പൈപ്പുകൾ വലിയ അപകട ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. പൈപ്പുകളിൽ തട്ടി വീണ് ഇരുചക്ര വാഹന യാത്രികർക്കടക്കം പരിക്കേൽക്കുന്നത് പതിവാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ഒരു ബലമായ സംശയം എന്ന് വെച്ചാൽ ഇവിടെ ഈ കൂട്ടി തന്നെ പൈപ്പുകൾ എന്തിനു വേണ്ടിയാന്നുള്ളതാണ് നമുക്ക് അറിയാൻ പാടില്ലാത്തത്. ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്, ഇവിടെ എത്ര പൈപ്പുകൾ വരെ ഉപയോഗം ആവുന്നുണ്ടെന്ന് പോലും അറിയില്ല. കാരണം ഈ റോഡിന് വീതി കുറവാണ്, ഒട്ടും വീതിയില്ല. ഒരു വണ്ടി അങ്ങേ സൈഡിൽ നിന്ന് ഇങ്ങേ സൈഡിൽ ബ്ലോക്കാവും. നമുക്ക് ആ വണ്ടി പോയി കഴിഞ്ഞിട്ട് വലിയ വണ്ടി വന്നാൽ ആ വണ്ടി പോയി കഴിയാണ്ട് ഇത് മാറ്റാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രശ്നമാണ്. പിന്നെ ഈ പൈപ്പുകൾ എന്ന് വെച്ചാൽ അതും വലിയ പ്രശ്നമാണ്. രാത്രിയൊക്കെ എന്ന് വെച്ചാൽ ആ പൈപ്പുമ്പോൾ തട്ടി ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും പറ്റാത്തത് ഭാഗ്യം. ഒരുപാട് ചിലവർക്ക് കാര്യമായിട്ട് പറ്റുന്നുണ്ട്, ചിലവർക്ക് പെട്ടെന്ന് രക്ഷപ്പെട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഒന്ന് അടിയന്തരമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ പാലത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. പാലം പോണേ അതേമാതിരി തന്നെ ഇങ്ങനെ ആൾക്കാർക്ക് നടക്കാൻ പോലും പറ്റാണ്ട് പൈപ്പും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് നമ്മളെന്താണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് എന്താണ് ഉപയോഗം, എന്താണ് നേട്ടം? പാലത്തിനു കീഴിലെ മാഞ്ഞാലി തോട്ടിലേക്ക് കുടിവെള്ളം ചുരത്തി നൽകിക്കൊണ്ടിരിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിന് ജീവനുണ്ടെന്ന് ഉറപ്പിക്കാം. കുടിവെള്ള ചോർച്ചയുണ്ടാകുമ്പോൾ വാട്ടർ അതോറിറ്റിക്കാർ ഒരു എത്തിനോട്ടം നടത്തി പോകാറുമുണ്ട്. മറ്റു പൈപ്പുകളുടെ ഉടമകൾ ആരെന്നു പോലും പൊതുജനങ്ങൾക്ക് നിശ്ചയമില്ല. എല്ലാ പാലങ്ങളിലും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്. മരങ്ങളിൽ ഇത്തിൽ കണ്ണികൾ എന്ന പോലെ ഒരു പരാന്ന ഭോജന സ്വാതന്ത്ര്യം മാത്രമാണ് പൈപ്പുകൾക്കും കേബിളുകൾക്കുമെല്ലാം ഉള്ളത്. അങ്ങാടിക്കടവ് പാലം കൈയടക്കി വച്ചിരിക്കുന്ന ഇത്തിൽ കണ്ണി പൈപ്പുകൾ നീക്കം ചെയ്യാനോ ചുരുങ്ങിയ പക്ഷം പൊതുജനത്തിന് ഭീഷണിയാകാതെ പുനഃപ്രതിഷ്ഠിക്കാനോ എങ്കിലും ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്.
70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ് അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.